നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 18, 19 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ജൂലൈ 18 വെളുപ്പിന് 3:39 AM മുതൽ ജൂലൈ 20 രാവിലെ 6:12 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാനത് പറഞ്ഞില്ല. അതുകൊണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നു കഴിഞ്ഞ 1-2 വീഡിയോയിൽ. അപ്പോൾ ഞങ്ങൾ ദക്ഷിണ പണമായിട്ട് ചോദിക്കുന്നില്ല. ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും മറ്റും ദക്ഷിണയായി സ്വീകരിച്ചുകൊണ്ട് ഈ ഫലങ്ങൾ പറയാം. പിന്നെ ഇതിൽ 12 രാശിയിലെ ഒരു രാശിക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അത് ആദ്യം പറയാം. മകം, പൂരം, ഉത്രം, ആദ്യപാദം, ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഒരു ഗ്രഹം മാത്രമേ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ, ശുക്രൻ. ഏകദേശം 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. എങ്കിലും ഇവർക്ക് അത്യധികം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് ഈശ്വരനായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മാറുമെന്ന് മാത്രമല്ല, ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതായത് ഗ്രഹനില അനുസരിച്ച് വലിയ ദുര്യോഗങ്ങൾ ഉള്ളവർക്ക് പോലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിലുടനീളം ഏത് ദുര്യോഗമുള്ള സമയത്തും ഗുണാധിക്യം നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും പ്രധാനം ഇതാണ്. നിങ്ങളുടെ ഗ്രഹനിലയിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഈശ്വരനെ ശാസ്ത്രീയമായിട്ട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ദുര്യോഗങ്ങളുണ്ടെങ്കിലും ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് അതീവ ക്ഷമയോടെ പ്രാർത്ഥിച്ച് ഈശ്വരൻ്റെ അനുഗ്രഹം നേടുക. ചിങ്ങം രാശിക്കാർക്കെല്ലാം അതുപോലെ തന്നെ ഈ ചിങ്ങം ലഗ്നമായിട്ട് വരുന്നവർക്കും ഈ അനുഭവങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ചിങ്ങം രാശിക്കാർക്ക് ഈ ദോഷാധിക്യം മറികടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു. ഇനി ആദ്യം മുതൽ മേടം രാശി എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 7 ശനിയുടെ തുടക്കമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്, ചന്ദ്രൻ ഉൾപ്പെടെ. പ്രധാനമായിട്ടും ശുക്രൻ ഇവർക്ക് ധനസ്ഥാനത്ത് നിൽക്കുന്നു, സ്വക്ഷേത്രപരവാനായിട്ട് മാളവീയ യോഗത്തോടു കൂടി. അപ്പോൾ ധനവരവുണ്ടാവും, ബന്ധങ്ങൾ സുദൃഢമാവും,
കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. പിന്നെ അല്പം ദേഹാസ്വാസ്ഥ്യമൊക്കെ ഉണ്ടായിരുന്നത് മാറാനുള്ള സാധ്യത കാണുന്നു. ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഉണ്ട്. മേടം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇവർക്ക് 4 ഗ്രഹങ്ങളെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുള്ളൂ. എങ്കിലും ഇവർക്ക് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. ശനി, വ്യാഴം, സൂര്യൻ ഇവിടെ കർക്കിടകം രാശിയിൽ കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. ശനി അനുകൂലമാണ് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത്. അപ്പോൾ ഇവർക്ക് സാങ്കേതിക രംഗത്ത് നേട്ടമുണ്ടാവും. ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും ഇവർക്ക് വിജയസാധ്യത നിലനിൽക്കുകയാണ്. വ്യാഴം ധനസ്ഥാനത്ത് 2ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ. ശുക്രനും അനുകൂലമാണ്. അപ്പോൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവും. നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ സുദൃഢമാവും, ഊഷ്മളമാവും. പിന്നെ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ചന്ദ്രൻ പ്രതികൂലമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. ശനി വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ നേട്ടമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും. പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇനി കർക്കിടകം രാശി. പുണർദം അവസാന പാദം, പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. സൂര്യൻ, ബുധൻ, സർപ്പം, വ്യാഴം ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ, ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, ആഴ്ചയിൽ മുഴുവൻ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ, അതുപോലെ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചന്ദ്രനും ശുക്രനും അനുകൂലമാണ് ഈ ദിവസങ്ങളിൽ. കുറച്ച് ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നത് കുറച്ചൊക്കെ ശമിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കർക്കിടകം രാശിക്ക് പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുണ്ട്. അപ്പോൾ ഈശ്വര ഭജനത്തിലൂടെ നമുക്കത് മറികടക്കാൻ പറ്റും. ചിങ്ങം രാശിയുടെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി കന്നി രാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഉൾപ്പെടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി, ചന്ദ്രൻ, ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ
അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. സൂര്യനും ബുധനും, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് സൂര്യനും ബുധനും നിപുണ യോഗത്തോടു കൂടി നിൽക്കുന്നു. തൊഴിൽ ലാഭം, അതായത് ഈ കർക്കിടക മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഉയർച്ച, പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി, ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖം ആദ്യം 3 പാദം. തുലാം രാശിക്ക് 9 ഗ്രഹങ്ങളും അനുകൂലമാണ്. നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല ഈ ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും വിവേകപൂർവം, ബുദ്ധിപൂർവം, കൗശലപൂർവം നിങ്ങൾ ഈ ഏറ്റവും അപൂർവമായ ഈ ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, ബുദ്ധിപരമായിട്ട് ഉപയോഗപ്പെടുത്തുക. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൂർവികരുടെ അനുഗ്രഹത്താൽ നേട്ടങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ, അതായത് പൂർവിക സ്വത്ത് ലഭിക്കാം. അതുപോലെ തന്നെ കൃഷി, റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും. സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ശാരീരിക മാനസിക അസ്വസ്ഥതകൾ നീങ്ങി ആരോഗ്യം മെച്ചപ്പെടും. സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ കർമ്മരംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും. അത് ബുദ്ധിപൂർവം, കൗശലപൂർവം നമ്മൾ അത് നേട്ടങ്ങളായിട്ട് പരിണമിപ്പിക്കുക. തൊഴിൽ ലാഭം, അത് കർക്കിടക മാസം മുഴുവൻ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ചൊവ്വ അനുകൂലമായതുകൊണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും. ബന്ധങ്ങൾ ഊഷ്മളമാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. അതുപോലെ തന്നെ കുറേ നാളായിട്ട് കാണാതിരുന്ന നല്ല സുഹൃത്തുക്കളെ വീണ്ടും കണ്ടുമുട്ടാനിടയാവുകയും അതുവഴിയൊക്കെ നേട്ടങ്ങൾ നേടാനും പറ്റും. നിയമ പ്രശ്നങ്ങൾ വല്ലതുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന് ഇവർക്ക് ഉന്നതിയിലേക്ക് പോകാൻ പറ്റും. തുലാം രാശിക്ക് 9 ഗ്രഹങ്ങളും അനുകൂലമാണ്. ബുദ്ധിപൂർവം, കൗശലപൂർവം, എന്നാൽ പ്രാർത്ഥനയോടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഈ അവസരം, അസുലഭമായ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വൃശ്ചികം രാശി, വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത് വ്യാഴം മാത്രമാണ്. അപ്പോൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച വഴിപാട് നടത്തുക. പൊതുവെ ഇവർക്ക് ചൊവ്വയും ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം. ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യമുള്ള സമയമാണ്. എങ്കിലും ഇവർക്ക് ശനി കണ്ടകശനിയാണ്. സൂര്യൻ അഷ്ടമത്തിലാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. ഞായറാഴ്ച ഇവർ ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച
ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദൈവാധീനമുണ്ട്. 7ാം ഭാവത്തിൽ വ്യാഴം, അപ്പോൾ ദാമ്പത്യ സുഖം. അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിലും ഇവർക്ക് സാധ്യത കാണുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. എങ്കിലും വ്യാഴം 6ാം ഭാവത്തിൽ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ശനി അത്യധികം ഗുണാധിക്യമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഏർപ്പെടുന്ന രംഗത്തെല്ലാം വിജയസാധ്യതയുണ്ട്. അത് വളരെയധികം പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് സാങ്കേതിക മേഖലയിൽ. പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. സുഹൃത്ത് ബന്ധങ്ങൾ ഊഷ്മളമാവും. ഇവർക്ക് സൂര്യനും ബുധനും 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും. അത് വിവേകപൂർവം പരിഹരിക്കുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതിൽ തന്നെ സൂര്യനും ബുധനും 6ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം, ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും ഉയർച്ച. കർക്കിടക മാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ നേട്ടം പ്രതീക്ഷിക്കാം. വ്യാഴം അനുകൂലമാണ്. പ്രേമ ജീവിതത്തിലൊക്കെ നേട്ടമുണ്ടാവും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. യുവാക്കൾക്ക് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ, സ്ത്രീ സുഹൃത്തുക്കളെ ലഭിക്കാനുള്ള സാധ്യത. അതുപോലെ തന്നെ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ നീങ്ങിത്തുടങ്ങും. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമെങ്കിലും സർപ്പവും ശനിയും പ്രതികൂലമാണ്. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 7 ദിവസം, ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൊതുവെ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. ഇനി മീനം രാശി. പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനിയും സർപ്പവും പ്രതികൂലം. ശനിയാഴ്ച അയ്യപ്പന്, ശനിക്ക്, ശിവന് വഴിപാടുകൾ നടത്തുക. ആഴ്ചയിൽ 7 ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ ഇവർക്ക് നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ രാഷ്ട്രീയ രംഗത്തും നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരം ഉണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നമ്പറുകൾ. 18/7/2025 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 8, 1, 2, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ഈ ബമ്പർ വരുന്നത് 23-ാം തീയതി ആണെങ്കിലും ഇന്ന്, അതായത് 18-ാം തീയതി ഉച്ചയ്ക്ക് ഏകദേശം 12:07 മുതൽ 18-ാം തീയതി ഉച്ചയ്ക്ക് 12:58 PM വരെ ഉള്ള ആ അഭിജിത്ത് മുഹൂർത്തത്തിൽ 18-ാം തീയതി ബമ്പർ എടുക്കുന്നത് നന്നായിരിക്കും. അത് പക്ഷേ 23-ാം തീയതി, അതായത് ബമ്പറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ബമ്പറിൻ്റെ ആ ദിവസത്തെ ഭാഗ്യ നമ്പർ അല്ല ഈ 18-ാം തീയതിത്തെ ഭാഗ്യ നമ്പർ. അപ്പോൾ
ബുദ്ധിപൂർവം നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന ഭാഗ്യസംഖ്യകൾ സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രമിക്കാം. 18-ാം തീയതി ഉച്ചയ്ക്ക് 12:15 ബമ്പർ എടുക്കാൻ ശ്രമിക്കാം. ഇനി 19/7/2025 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 1, 2, 7, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. ബ്രഹ്മമുഹൂർത്തം 18-ാം തീയതി രാവിലെ 4:39 AM മുതൽ രാവിലെ 5:27 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം 18-ാം തീയതി. 19-ാം തീയതി ബ്രഹ്മമുഹൂർത്തം 4:40 AM മുതൽ രാവിലെ 5:28 AM വരെയാണ് 19-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം 18, 19 തീയതികളിൽ ഉച്ചയ്ക്ക് 12:07 PM മുതൽ 12:58 PM വരെയാണ് 18, 19 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി രാഹുകാലം നോക്കാം. 18-ാം തീയതി രാവിലെ 10:58 AM മുതൽ ഉച്ചയ്ക്ക് 12:33 PM വരെയാണ് 18-ാം തീയതി രാഹുകാലം. 19-ാം തീയതി രാവിലെ 9:24 AM മുതൽ രാവിലെ 10:58 AM വരെയാണ് 19-ാം തീയതി രാഹുകാലം. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കാം. പിന്നെ 18-ാം തീയതി ബമ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. രാഹുകാലം 18-ാം തീയതി 12:33 PM വരെയാണ്. അപ്പോൾ ബമ്പർ എടുക്കുന്നത് 12:33 ശേഷം 12:58 അതിനിടയ്ക്കുള്ള സമയത്ത് എടുക്കണം. അത് മുമ്പേ പറഞ്ഞത് ചെറിയ പെശക് പറ്റിയിൽ ക്ഷമ ചോദിക്കുന്നു. 19-ാം തീയതി രാഹുകാലം 9:24 AM മുതൽ 10:58 AM വരെയാണ്. രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. ഇനി ഭാഗ്യ നിറങ്ങൾ. 18-ാം തീയതി വെള്ളിയാഴ്ച ചുവപ്പ്, 19-ാം തീയതി ശനിയാഴ്ച കറുപ്പ്, നീല ഇവയുടെ ഇളം നിറങ്ങൾ. അതുപോലെ തന്നെ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.